ഒരു വാർത്ത കഴിഞ്ഞ 2-3 ദിവസമായി നിങ്ങളെയൊക്കെ ടെൻഷൻ അടുപ്പിക്കുന്നുണ്ടാവും അല്ലേ? സൈബർ തട്ടിപ്പിന്റെ പല വേർഷൻസും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴിതാ പുതിയ ഒരു തട്ടിപ്പ് സംഘം നമ്മുടെ വാട്സാപ്പിൽ കറങ്ങി നടക്കുന്നുണ്ട്. വാട്സാപ്പ് ഒക്കെ ഹാക്ക് ചെയ്താണ് തട്ടിപ്പ്. പരിചയക്കാർ ആരെങ്കിലും വാട്സാപ്പ് വഴി പണം ചോദിച്ചാൽ ഒന്ന് ശ്രദ്ധിക്കണേ. എന്താണ് സംഭവമെന്ന് വിശദമായി പറഞ്ഞു തരാം. നമ്മുടെ അടുത്ത സുഹൃത്തോ പരിചയക്കാരൻ്റെ നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് കണ്ടാൽ സ്വാഭാവികമായും നമ്മളത് തുറന്നു നോക്കും. പറ്റിയാൽ റിപ്ലൈയും കൊടുക്കും. കാരണം അവർ നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ളവരാണല്ലോ, നമുക്കറിയാവുന്നവരും. ശ്രദ്ധിക്കൂ, ഇത് പുതിയൊരു തരം തട്ടിപ്പാണ്. 1 മാസമായി സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു തട്ടിപ്പ് സംഘം ഇറങ്ങിയിട്ട്. വാട്സപ്പ് നമ്മൾ പോലും അറിയാതെ ഹാക്ക് ചെയ്താണ് ഇവരുടെ പരിപാടി. എങ്ങനെയെന്നല്ലേ? ഘട്ടം ഘട്ടമായി പറഞ്ഞാൽ അപരിചിതമായ നമ്പറിൽ നിന്ന് ആദ്യം ഒരു ലിങ്ക് വരും. ഇത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഈ മാൽവെയർ നമ്മുടെ ഫോണിലും കയറുന്നത്. നമ്മൾ അറിയാതെ മാൽവെയർ നമ്മുടെ കോൺടാക്ട് ലിസ്റ്റ് മുഴുവൻ ഹാക്ക് ചെയ്യും. നമ്മുടെ കോൺടാക്റ്റിലുള്ള എല്ലാവർക്കും നമ്മൾ അറിയാതെ തന്നെ ലിങ്കുകളും OTPയും ഒക്കെ അയച്ചു കൊടുക്കും. നമ്മുടെ നമ്പർ സേവ് ചെയ്തു വെച്ചിരിക്കുന്നവരാണല്ലോ നമ്മുടെ സുഹൃത്തുക്കൾ. സ്വാഭാവികമായും നമ്മുടെ മെസ്സേജ് കണ്ട് തുറക്കുമ്പോഴേക്കും അവരുടെ വാട്സപ്പും ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം. ഈശ്വരാ, ഇനി വാട്സപ്പിലും സ്വസ്ഥതയില്ലേ എന്ന് ചോദിച്ചാൽ പേടിക്കേണ്ട. പൈസയൊന്നും പോകില്ലെന്നാണ് നമ്മുടെ സംസ്ഥാനത്തെ സൈബർ സെൽ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ആയതുകൊണ്ട് തന്നെ ചാറ്റൊന്നും നഷ്ടപ്പെടുകയില്ല. കോൺടാക്ട് ആക്സസ് ചെയ്യപ്പെടുമെന്ന് മാത്രം. പിന്നെ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ച് ആശ്വസിക്കാനും ഒരു വകയുമില്ല. വാട്സപ്പ് അടുത്ത കാലത്തെങ്ങും ഇങ്ങനെ ഹാക്ക് ചെയ്യപ്പെട്ടാൽ ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് മാത്രം. അതിനെന്താ, അൺഇൻസ്റ്റാൾ ചെയ്ത് വീണ്ടും എടുക്കാമല്ലോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ വാട്സപ്പ് വീണ്ടും ആക്റ്റീവായി വരാൻ ആഴ്ചകളെടുത്തേക്കാം. ഇനി വാഴ നനയുമ്പോൾ ചീര നനയുമെന്ന് പറയുന്നത് പോലെ ഇതിനിടയിൽ വേറെ കുറച്ച് പേര് മുതലെടുപ്പ് നടത്തുന്നുണ്ട്. നമ്മളൊക്കെ വാട്സപ്പിൽ DP ഇടാറുണ്ടല്ലോ. ഈ DP മാത്രം ഹാക്ക് ചെയ്യുന്നവരുമുണ്ട്. അത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഹാക്കേഴ്സ് എന്നാണ് പോലീസ് പറയുന്നത്. ഇവർ നമ്മുടെ DP അടിച്ചു മാറ്റും. എന്നിട്ട് അവരുടെ നമ്പറിൽ നിന്ന് നമ്മുടെ DP ഉപയോഗിച്ച് നമ്മുടെ സുഹൃത്തുക്കൾക്ക് പണം ചോദിച്ച് മെസ്സേജ് അയക്കും. ഇതുവഴി ഇവരും നമ്മുടെ ഫോൺ ഒരു തരത്തിൽ ഹാക്ക് ചെയ്യുകയാണ്. നമ്മുടെ DP കാണുമ്പോൾ നമ്പർ ചേഞ്ച്ഡ് എന്ന് മാത്രമേ ചിലപ്പോൾ വാട്സപ്പിൽ അപ്പുറത്തിരിക്കുന്ന സുഹൃത്തിന് മനസ്സിലാകുകയുള്ളൂ. സുഹൃത്തുക്കൾ പണം അയക്കും. സാധാരണ സെലിബ്രിറ്റികളെയാണ് ആദ്യകാലത്ത് ഈ സംഘം ലക്ഷ്യമിട്ടിരുന്നത്. ഇപ്പോൾ സാധാരണക്കാർ, ഒരുപക്ഷെ ഞാനും നിങ്ങളുമൊക്കെ ഇത്തരം തട്ടിപ്പിന് ഇരയായേക്കാം. ഇനി എങ്ങനെയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് ചോദിച്ചാൽ വാട്സപ്പ് അക്കൗണ്ടുകളിൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ആക്റ്റീവ് ചെയ്യുക എന്നത് മാത്രമാണ് പരിഹാരം. ഇനി എത്ര പരിചയമുള്ള നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളാണെങ്കിൽ പോലും എന്തെങ്കിലും OTPയോ വാട്സപ്പ് വഴി OTPയോ ലിങ്കുകളോ ഒക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചാൽ അതിന് റിപ്ലൈ കൊടുക്കുന്നതിന് മുൻപ് അവരെ വിളിച്ചുറപ്പാക്കുക. ഇത്രയുമൊക്കെയുള്ളൂ ശ്രദ്ധിക്കേണ്ട മുൻകരുതുകൾ. അനാവശ്യ ലിങ്കുകൾ ഒരിക്കലും തുറക്കരുത്. ഇനി തുറന്നാൽ തന്നെ ഏറ്റവും വേഗം നമ്മുടെ സൈബർ പോലീസുമായി ബന്ധപ്പെടുക. അപ്പോൾ മനസ്സിലായല്ലോ, വേറെ ലിങ്കൊക്കെ വരുമ്പോൾ അതിലൊക്കെ കയറി അങ്ങനെ പോകരുത്. ചിലപ്പോൾ നിങ്ങളെ വെട്ടിലാക്കും. ഹായും ഹവാറിയും ഒക്കെ നിങ്ങൾ വിചാരിക്കുന്ന ആളായിരിക്കില്ല അയക്കുക. അപ്പോൾ DPയും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച്, നമ്പറൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇതുവരെ മെസ്സേജ് അയക്കാത്ത ആളുകളൊക്കെ അങ്ങനെ മെസ്സേജ് അയച്ചു തുടങ്ങുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ ചുറ്റും ഇങ്ങനെ നടക്കുന്ന ഒരു ചർച്ചയായതുകൊണ്ടാണ് ആ വാർത്തയിലേക്ക്, ആ വിശേഷത്തിലേക്ക്, ആ എക്സ്പ്ലൈനറിലേക്ക് നമ്മൾ പോയത്.